വഖഫ് നിയമവും അതിന്റെ പരിരക്ഷയും അതിലെ അപാകതകളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ അതും ചില തിരുത്തലുകളൊക്കെ വരുത്തേണ്ടതിന്റെ ആവശ്യകതയും അതൊക്കെയാണ് പ്രാധാന്യമായി കേരളവും ഇന്ത്യ രാജ്യവും ചർച്ച ചെയ്യുന്നത്. പാർലമെന്റിൽ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് പുതിയൊരു സംവിധാനങ്ങൾ കൊണ്ടുവരാനൊക്കെ തീരുമാനിച്ചു. വഖഫ് ബോർഡിൽ കുറച്ച് നിയമങ്ങളൊക്കെ കൂട്ടിച്ചേർക്കുക, കുറച്ചൊക്കെ വെട്ടിച്ചുരുക്കണം എന്ന തരത്തിലൊക്കെ കാര്യങ്ങൾ വരുന്നു. കേരളത്തിലേക്ക് എത്തുന്ന സമയത്ത് അത് മുനമ്പ് വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുന്നു. അവിടെ 600ഓളം ആളുകൾ താമസിക്കുന്നു, കുടുംബം താമസിക്കുന്നു, അവരെ കുടിയിറക്കുന്ന ഭീഷണിയിലാണ്. അപ്പോൾ അവരെ പരിരക്ഷിക്കാൻ വേണ്ടി എന്തൊക്കെ സംവിധാനം വേണം എന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സമരങ്ങൾ, പ്രക്ഷോഭങ്ങൾ, നിരാഹാരങ്ങൾ, അങ്ങ് സത്യാഗ്രഹങ്ങൾ ഇതൊക്കെ തുടരുന്നു. വലിയ തോതിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ മനസ്സിലാകാത്ത കുറച്ച് വിഷയങ്ങൾ, ഇതുവരെ മറ്റുള്ള മീഡിയകൾ ചർച്ച ചെയ്യാത്ത കുറച്ച് പ്രശ്നങ്ങൾ, അത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്, ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. അതിലൊന്ന് വഖഫ് അല്ല വഖഫ് ബോർഡ്. വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ ഭൂപ്രദേശങ്ങളും വഖഫ് ആയിക്കൊള്ളണം എന്നുമില്ല. രണ്ടും രണ്ടാണ്. വഖഫ് വേറെ, വഖഫ് ബോർഡ് വേറെ. അതോടൊപ്പം തന്നെ ഫറൂഖ് കോളേജുമായിട്ട് ബന്ധപ്പെട്ട, അതായത് മുനമ്പം സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ SYSന്റെ നേതാവ് ഹക്കീം അസേരി പറഞ്ഞ ഒരു പ്രാധാന്യമുള്ള വിഷയം, ഫറൂഖ് കോളേജിന്റെ അധികൃതർ അവരുടെ മൗനം സംശയത്തിന് ഇടവരുത്തുന്ന തരത്തിലാണ് എന്നാണ് ഹക്കീം അസേരി പറഞ്ഞത്. ഇത് അദ്ദേഹത്തിന് ഇതേക്കുറിച്ചുള്ള അറിവ് കുറവുള്ളത് കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ വഖഫ് സ്വത്ത് കാര്യത്തെക്കുറിച്ചുള്ള അജ്ഞത കൊണ്ടായിരിക്കാം. ഈ കാര്യം നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. ഒന്ന്, നമുക്ക് വഖഫ് ബോർഡിൽ നിന്ന് തുടങ്ങാം. 2022 രാജ്യസഭയിൽ ന്യൂനപക്ഷ വകുപ്പ് മന്ത്രിയായ മുഖ്താർ അബ്ബാസ് നഖ്വി കേരളത്തിലെ വഖഫ് പ്രോപ്പർട്ടിയെക്കുറിച്ച് ഒരു വിവരണം നടത്തുകയുണ്ടായി. 49,019 പ്രോപ്പർട്ടികൾ കേരളത്തിലെ വഖഫ് ബോർഡിന്റെ കൈവശത്തിൽ ഉണ്ട് എന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. അത് രേഖാടിസ്ഥാനത്തിലാണ് അത് പറഞ്ഞത്. 2022 ശേഷം അത് കൂടിയിട്ടുണ്ട്, ഏകദേശം 53,290 ആയിട്ടുണ്ട് എന്ന് മറ്റൊരു റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് പറയുന്നു. അത് അദ്ദേഹം രാജ്യസഭയിൽ പറഞ്ഞതല്ല, പിന്നീട് പറയപ്പെട്ടതാണ്. അതിൽ ഭൂമി പറയുന്നുണ്ട്. ഭൂമി എന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള ഭൂമികളുണ്ടാവും. തരിശു ഭൂമി, കൃഷിയോഗ്യമായ ഭൂമി, പാറക്കെട്ടുകൾ അടങ്ങുന്ന ഭൂമി, വയലുകൾ, പാടങ്ങൾ, അങ്ങനെ ഭൂമിയുടെ തരങ്ങൾ തന്നെ വ്യത്യസ്തമാണ്. അത് അന്യം വന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വഖഫിന് നൽകുന്നതുണ്ട്. പിന്തുടർച്ചക്കാരില്ലാത്തത് കൊണ്ട്, അതായത് കുട്ടികളില്ലാത്ത ഫാമിലികൾ അങ്ങനെ കൊടുക്കുന്നവരുണ്ട്. അങ്ങനെ വ്യത്യസ്ത രൂപത്തിലാണ്. പിന്നെ ബിൽഡിങ്ങുകൾ ഉണ്ടാവാം, വീടുകൾ ഉണ്ടാവാം, ക്വാർട്ടേഴ്സുകൾ ഉണ്ടാവാം, ഫ്ലാറ്റുകൾ ഉണ്ടാവാം. അങ്ങനെ വ്യത്യസ്ത രൂപത്തിലാണ് ഭൂമിയും സ്വത്തുക്കളും നിർവചിക്കപ്പെട്ടത്. ഇതിൽ പലതരത്തിലും പല കോലത്തിലും തൊട്ടടുത്തുള്ള ആളുകൾക്ക്, കുടുംബ ബന്ധുക്കൾക്ക് കിട്ടണ്ട എന്ന് കരുതിയിട്ട് അത് വഖഫിന് കിടക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുക്കുന്നവരുണ്ടാവും. പരലോക ഗുണം പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് കൊടുക്കുന്നവരുണ്ട്. അങ്ങനത്തെ ആൾക്കാരാണ് കൂടുതലുണ്ടാവുക. പിന്നീട് അന്യം വന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുക്കുന്നവരുണ്ടാവും. സർക്കാരിലേക്ക് മടങ്ങി പോകുന്ന ചില ഭൂമികളുണ്ട്, അതിന് ഇത് കൊടുക്കുന്നവർ വ്യത്യസ്തമാണ്. വ്യത്യസ്ത കോലത്തിലും വ്യത്യസ്ത രൂപത്തിലുമാണ് ഈ വഖഫിലേക്ക് നൽകുന്നത്. നമ്മുടെ പള്ളികളൊക്കെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ പള്ളിയിലെ ഉസ്താദന്മാരൊക്കെ അല്ലെങ്കിൽ പള്ളിയിൽ ബന്ധപ്പെട്ട പണ്ഡിതന്മാരൊക്കെ വന്നിട്ട് പള്ളിക്കകത്തുള്ള ചില പ്രദേശങ്ങൾ, ചില ഭാഗങ്ങൾ വഖഫ് ചെയ്യും. അത് കൂടുതലും പള്ളിക്കകത്ത് മിഹ്റാബിനോട് ചേർന്നിട്ടുള്ള ഈ ഭാഗങ്ങൾ അവർ പറയും, നടന്നിട്ട് പറയും, ഇങ്ങനെ റൗണ്ട് അടിച്ച് നടന്നിട്ട് പറയും, ഈ ഭാഗം വഖഫ് ചെയ്തിരിക്കുന്നു. ഈ പള്ളി വഖഫ് ബോർഡിൽ രജിസ്റ്റർ അല്ലെങ്കിലും ഈ പ്രദേശമോ ഈ ഭാഗങ്ങളോ വഖഫ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പ്രതിഫലം കൂടുതൽ കിട്ടുന്ന പ്രദേശമാണ്, ഭാഗമാണ്, പ്രദേശത്തിലെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ നിസ്കരിക്കുന്ന സ്ഥലം തന്നെ, നമ്മളൊരു സാധാ പള്ളി നിസ്കരിക്കുന്നതും കായബയിലെത്തിയിട്ട് അവിടെ നിസ്കരിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. നിസ്കാരം ഒന്നാണ്, പ്രതിഫലത്തിന് മാറ്റമുണ്ട് എന്ന് പറഞ്ഞ പോലെ വഖഫ് ചെയ്യപ്പെട്ട സ്ഥലത്ത് നിസ്കരിക്കുന്നതും അതില്ലാതെ നിസ്കരിക്കുന്നതും തമ്മിൽ പ്രതിഫലത്തിന് മാറ്റമുണ്ട്. അതാണ് വിശ്വാസം. അപ്പോൾ വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യാത്ത പള്ളി, ആ പള്ളിക്ക് അകത്തുള്ള ഭാഗങ്ങൾ, പ്രദേശങ്ങൾ വഖഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് വഖഫ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചില ആളുകളൊക്കെ, ചില ഉസ്താദന്മാരൊക്കെ പറയും, നിങ്ങൾ പള്ളിയുടെ അകത്തേക്ക് കയറിയിരിക്കണം, അവിടെയാണ് പ്രതിഫലം കൂടുതൽ, പുറത്തല്ല.
അതിന്റെ കാര്യം എന്താണ്? ഇത് വഖഫ് ചെയ്ത സ്ഥലമാണ് എന്നത്. അതേപോലെ തന്നെ ചില പ്രദേശങ്ങൾ, ചില ഭൂമിയൊക്കെ എന്ത് ചെയ്യും? വഖഫ് ചെയ്യും. എന്നാൽ രജിസ്ട്രേഷനിൽ അത് ഉണ്ടാവില്ല. വഖഫ് ചെയ്താൽ ഇവിടെ ഇപ്പോൾ 1 ഏക്കർ സ്ഥലം ഒരാൾക്കുണ്ട്. ആ സ്ഥലം വായിക്കുന്ന സമയത്ത് ഇവിടെ 5 സെന്റ് സ്ഥലം അല്ലെ 10 സെന്റ് സ്ഥലം ഞാൻ വഖഫ് ചെയ്തിരിക്കുന്നു. അത് പള്ളിയോ മദ്രസയോ മതസ്ഥാപനങ്ങളോ യത്തീംഖാനകളോ എന്തോ ഉണ്ടാക്കാൻ വേണ്ടിയായിട്ട് ഞാൻ വഖഫ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ഭാഗം, ആ പ്രദേശം വഖഫായിട്ട് പരിഗണിക്കും. ആര് പരിഗണിക്കും? അവരുടെ പിന്തുടർച്ചക്കാർ. ഈ പറഞ്ഞ പ്രദേശം എന്ത് ചെയ്യുന്നിട്ടില്ല? വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല, രേഖപ്രകാരമില്ല. അപ്പൊ അതിൽ ഒരു പിതാവ് മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ 1 ഏക്കർ സ്ഥലത്തിൽ ബാക്കി ശേഷിക്കപ്പെടുന്ന 90 സെന്റ് ആണെങ്കിൽ ആ 90 സെന്റിനെ മാറ്റി നിർത്തിയിട്ട് 10 സെന്റിനെ വഖഫാക്കി നിൽക്കും. അതിന് ആർക്കും അവകാശമില്ലാത്ത രീതിയിൽ വാക്കാലെ പറയും. 90 സെന്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ക്ലിയർ ആക്കുകയും ചെയ്യും. ആ 10 സെന്റ് മരണപ്പെട്ടു പോയിരിക്കുന്ന ആ വ്യക്തിയുടെ പേരിൽ തന്നെ നിലനിൽക്കും. പക്ഷെ അതിൽ പിന്തുടർച്ചാവകാശികൾ അതിലേക്ക് പ്രവേശിക്കൂല. അത് വഖഫിന്റെ സ്വത്തായിട്ട് അത് നിലനിൽക്കും. വഖഫ് ബോർഡല്ല, അത് വഖഫായിട്ട് നിലനിൽക്കും. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിൽ വഖഫ് ചെയ്തിട്ട് വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യാത്തത് ഒരുപാടുണ്ട് എന്നുള്ളത് സത്യമാണ്. ഇനി വഖഫ് ബോർഡിലെ രജിസ്റ്ററിലേക്ക് നമ്മൾ നീങ്ങുന്ന സമയത്ത് വഖഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ ഒരു രജിസ്ട്രേഷൻ സംവിധാനമാണ്. നമ്മൾ സാധാരണ രജിസ്റ്റർ ഓഫീസിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ്. അവിടെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, ഇവർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ വഖഫ് ബോർഡിന് വേണ്ടിയിട്ട് ആധികാരികമായി ആധാരങ്ങൾ കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയിട്ട് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ബോർഡിൽ, അത് വഖഫ് ബോർഡിന് രജിസ്റ്റർ സംവിധാനമുണ്ട്, അവിടെ രജിസ്റ്റർ ചെയ്ത് ഉടമസ്ഥകർ അതിൽ ഒപ്പിട്ട് കഴിഞ്ഞിട്ട് കൊടുക്കുന്ന സംവിധാനം. അങ്ങനെ 2 രീതിയിലും ചെയ്യാം. രജിസ്റ്റർ ഓഫീസിൽ വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യുക, പകരം വഖഫ് ബോർഡിൽ വന്നിട്ട് അവർക്ക് തന്നെ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുക, ആധാര കൈമാറ്റം കാര്യങ്ങളൊക്കെ ചെയ്യുക. അതിന്റെ അധികാരി ആ വഖഫ് ബോർഡായിരിക്കും എല്ലാ കാലത്തും. പിന്നീട് ഈ ഭൂമി വിൽപ്പന നടത്താനോ വഖഫ് ബോർഡിന് വിൽക്കാനോ കൊടുത്തവർക്ക് വിൽക്കാനോ മാറ്റാനോ ഒന്നും സാധിക്കാത്ത വിധമാണ് ആ വഖഫ് ബോർഡിന് ഈ ഭൂമി ദാനം നൽകുന്നതോട് കൂടിയിട്ടുണ്ടാവുന്ന നിയമം. അതാണ് അതിന്റെ ഭാഗമായിട്ട് പറയുന്നത്. പിന്നെ അതിൽ തന്നെ പല രീതികളിൽ പറയാറുണ്ട്. അതിലുള്ള വരുമാനങ്ങൾ തങ്ങൾക്ക് എടുക്കാം, തങ്ങൾക്ക് വെച്ചാൽ ഭൂമി കൊടുക്കുന്ന വ്യക്തികൾക്ക് എടുത്തിട്ട് ഭൂപ്രദേശങ്ങൾ നിങ്ങൾക്ക് എടുക്കാം എന്ന തരത്തിലൊക്കെ അതിൽ ആ രജിസ്ട്രേഷനിൽ ആ സമയത്ത് കൂട്ടിച്ചേർക്കാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ എൻ്റെ പിന്തുടർച്ചക്കാരായിരിക്കുന്ന ആളുകൾ വരുന്ന സമയത്ത് അവിടെ നിന്നുണ്ടാകുന്ന 1 ഏക്കർ സ്ഥലമാണെങ്കിൽ ആ ഏക്കർ സ്ഥലത്ത് ഉണ്ടാകുന്ന തേങ്ങയാണെങ്കിലും അതിലുള്ള വരുമാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അനുവാദം നൽകുന്ന രീതിയിൽ അങ്ങനെയും കൊടുക്കാം. ഏതായാലും വഖഫ് ബോർഡിന് നൽകപ്പെട്ട ഭൂമി എന്ത് ചെയ്യാൻ പറ്റില്ല? വിൽപ്പന നടത്താൻ പറ്റില്ല. അത് അവർക്കും വിൽപ്പന നടത്താൻ പറ്റില്ല. അത് അങ്ങനെ തന്നെ നിലനിൽക്കും. പിന്നെ അതിന്റെ അകത്തുണ്ടാകുന്ന വരുമാനം എടുത്തിട്ട് സാമൂഹ്യ സേവന കാര്യത്തിന്, അതായത് അനാഥകളുമായിട്ട് ബന്ധപ്പെട്ട പാവപ്പെട്ടവരായിട്ട് ബന്ധപ്പെട്ടവർക്ക് നൽകാൻ വേണ്ടിയിട്ടുള്ള കാരുണ്യ സേവനമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതാണ് വഖഫ് ബോർഡ് എന്ന് പറയുന്നത്. വഖഫിന് നമ്മൾ പറയുകയും ചെയ്തു. പിന്നെ നമ്മൾ ഇവിടേക്ക് വരുന്ന സമയത്ത് ഈ മുനമ്പം കേസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് 400 ചില്ലാൻ ഏക്കർ നൽകപ്പെട്ടു. അത് നൽകപ്പെട്ടത് കുറെ വർഷങ്ങൾക്ക് മുമ്പാണ്. ആ നൽകപ്പെട്ടതിന്റെ തുടർച്ചയായ രീതിയിൽ ഫറൂഖ് കോളേജ് നൽകി. ഫറൂഖ് കോളേജിന്റെ അധികൃതർ ഈ ഭാഗം മറ്റുള്ളവർക്ക് നിയമവിരുദ്ധമായിട്ട്, അധികൃതരുടെ മൗനം സംശയത്തിനിട നൽകും എന്നാണ് ഹക്കീം അസ്സരി പറഞ്ഞത്. അപ്പോ അവരുടെ നിയമവിരുദ്ധമായ രീതിയിൽ നൽകപ്പെട്ടു. ആ നൽകപ്പെട്ടതിന് വിൽപ്പന നടത്തി. അങ്ങനെയാണ് 600ഓളം കുടുംബങ്ങൾ ഉണ്ടാകുന്നത്. 3 തരത്തിലാണ് യഥാർത്ഥത്തിൽ മുനമ്പത്ത് താമസിക്കുന്ന വ്യക്തികൾ. ഒന്ന്, മറ്റു വ്യക്തികളിൽ നിന്ന്, അതായത് ഈ ഭൂപ്രദേശം കൈകാര്യം ചെയ്തു എന്ന് പറയപ്പെടുന്ന വ്യക്തികളിൽ നിന്ന് പണം കൊടുത്തിട്ട് വിലക്ക് വാങ്ങിയിട്ട് അയാൾ രജിസ്റ്റർ ചെയ്ത് കൊടുത്തത്. രണ്ടാമത്തത്, ഇങ്ങനെ ഒരു ഭൂമി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ കുടിയേറ്റം നടത്തിയിട്ട് അവിടെ താമസിക്കുന്നത്. മൂന്നാമത്തത്, അത് പിന്നെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് വലിയ ഫ്ളാറ്റ് സമുച്ചയങ്ങൾ ഉണ്ടാക്കി വിൽപ്പന നടത്താൻ വേണ്ടിയിട്ട് രംഗത്തെത്തിയവർ. ഈ 3 വിഭാഗമാണ് അവിടെ. അതിൽ പണം കൊടുത്ത് വാങ്ങിയ വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് നീതി കിട്ടണം എന്നുള്ള നിർബന്ധമാണ്. അപ്പോൾ ഈ ഭൂപ്രദേശം മുനമ്പം വഖഫ് രജിസ്ട്രേഷൻ ഉള്ള ഭൂമിയാണ് എന്ന് മനസ്സിലായിട്ടുണ്ട്. ഇപ്പൊ മുഖ്യമന്ത്രി പുതിയൊരു ജുഡീഷ്യൽ കമ്മീഷൻ നിയമിച്ചിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുണ്ട്. അത് അതിന്റെ റൂട്ടിന് പോട്ടെ. അപ്പൊ ഇവിടെ ഫറൂഖ് കോളേജ് അങ്ങനെ വിൽപ്പന നടത്താൻ വേണ്ടി അനുവാദം നൽകിയിട്ടുണ്ടെങ്കിൽ അന്നത്തെ സാമ്പത്തികപരമായിരിക്കുന്ന പരാധീനതകളും പ്രയാസവും മൂലം ഒരു പക്ഷേ അങ്ങനെ നൽകിയിട്ടുണ്ടാവാം. അത് ശരിയോ തെറ്റോ എന്നുള്ള പിന്നീട് പരിശോധിക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ ഹക്കീം അസ്സരി പറഞ്ഞു കോളേജ് അധികൃതരുടെ മൗനം സംശയത്തിനിട നൽകുന്നു എന്നുള്ളത്. അപ്പൊ അദ്ദേഹം AP വിഭാഗം സുന്നികളുടെ നേതാവാണ്. ആ നേതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് ഔദ്യോഗികപരമായിട്ടും ആധികാരികമായിട്ടും ആണ് സംസാരിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് നോക്കേണ്ട കാര്യം വഖഫ് ബോർഡിന്റെ സ്വത്തുക്കൾ ഇത് ആരിൽ നിന്ന് എത്തപ്പെട്ടു എന്നുള്ളതാണ്.
ഈ പറയപ്പെട്ട 400 ഏക്കർ അങ്ങനത്തെ കുറച്ച് വിവാദമായിരിക്കുന്ന ഭാഗങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ വഖഫ് ബോർഡിന്റെ 65% EK വിഭാഗം സുന്നികളിൽ നിന്നും മുസ്ലിം ലീഗ് കൈകാര്യം ചെയ്യുന്ന പള്ളി മദ്രസ അല്ലെങ്കിൽ അവരുടെ മഹല്ലുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗങ്ങളിൽ നിന്നും രജിസ്റ്റർ ചെയ്യപ്പെട്ടതാണ്. ഏറ്റവും വലിയ പ്രാധാന്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. 65% EK വിഭാഗം സുന്നികളിൽ നിന്നും അനുബന്ധമായ രീതിയിൽ മുസ്ലിം ലീഗിന്റെ ഭാഗങ്ങളിൽ നിന്നുമാണ് വഖഫ് ബോർഡിലേക്ക് പോയത്. വഖഫ് ബോർഡ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് അവർക്ക് വലിയ താല്പര്യമുള്ള വിഷയമായതുകൊണ്ട് അവരങ്ങനെ നൽകിക്കൊണ്ടേയിരുന്നു. ശേഷിക്കുന്ന 65%-ൽ 30% മുജാഹിദ് വിഭാഗത്തിൻ്റെതാണ് വഖഫ് ബോർഡിലെ സ്വത്തുക്കൾ. അവരുടെ സ്വത്ത് എന്നല്ല, അവരുടെ മഹല്ലുമായി ബന്ധപ്പെട്ട് അവർ വിശ്വാസികൾ ഈ മഹല്ലിനെ ഏൽപ്പിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യുന്ന സംവിധാനങ്ങൾ ഉണ്ടായി എന്ന് ചുരുക്കം. 65 അങ്ങനെയും 30% ഇങ്ങനെയും, ഏകദേശം 95%. ശേഷിക്കുന്ന 5%, ഇതൊന്നും കൃത്യമല്ല, ശതമാനത്തിൽ കുറഞ്ഞ ഏറ്റക്കുറച്ചുകളൊക്കെ ഉണ്ടാവും. ശേഷിക്കുന്ന 5% അതിൽ കുറവോ ഉള്ള ഭൂപ്രദേശങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ മാത്രമാണ് AP വിഭാഗം സുന്നികളുടേതും ജമാഅത്തെ ഇസ്ലാമിയുടേതും വഖഫ് ബോർഡിൽ ഉള്ളത്. ഇത് അതിന്റെ കൃത്യമായിരിക്കുന്ന റൂട്ട് മാപ്പാണ്. വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യാൻ തീരെ താല്പര്യമില്ലാത്ത വിഭാഗങ്ങളിൽ ഒന്ന് സുന്നി വിഭാഗവും ജമാഅത്തെ ഇസ്ലാമാണ്. ഈ കാര്യത്തിൽ ഇവർ രണ്ടാളും കൂട്ടുകെട്ടാണ്, സംയുക്തമാണ്. 988 വർഷത്തിലാണ് സുന്നി പിളരുന്നത്. സുന്നി വിഭാഗം പിളർന്നതിന് ശേഷം 88 കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് കുറെ വർഷങ്ങളായി. ഈ വർഷങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള മതസ്ഥാപനങ്ങളും പള്ളികളും മദ്രസകളും അറബി കോളേജുകളും വ്യവസായവും അടങ്ങുന്ന സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങൾ അടങ്ങുന്ന വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ച സുന്നി വിഭാഗമാണ് AP വിഭാഗം സുന്നികൾ. അവരിലേക്ക് ഒരുപാട് ആളുകൾ സ്വത്തുക്കളും ഭൂമികളും സ്വർണങ്ങളും അങ്ങനെ വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ നൽകിയിട്ടുണ്ട്. അവരൊന്നുപോലും വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അവരുടേതായിരിക്കുന്ന രീതിയിലാണ് ആദ്യ രജിസ്ട്രേഷൻ കാര്യങ്ങൾ നടത്താറുള്ളത്. അവരുടെ മഹല്ലിലും അങ്ങനെയാണ്. എന്തിനങ്ങനെ ചെയ്യുന്നത്? ഇങ്ങനെ ചെയ്യുന്ന കാര്യം, ഒരു ആവശ്യം വന്നാൽ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ഈ ഭൂമി വിൽപ്പന നടത്തണമെങ്കിൽ അത് നടത്താൻ സാധിക്കണമെങ്കിൽ നിയമപരമായിരിക്കുന്ന കുരുക്ക് ഒഴിവാക്കാൻ വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യാൻ ചെയ്യരുത് എന്ന് അവർ മനസ്സിലാക്കിയ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ഒരു 10 സെന്റ് കൊടുക്കുകയാണെങ്കിൽ അതിന് പരലോകത്തേക്ക് മതി എന്നുകൊണ്ട് അത് അവസാനിപ്പിക്കുകയാണ് EK വിഭാഗം സുന്നികൾ ചെയ്യുന്നത്. ഈ സുന്നി വിഭാഗത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളൊന്നും ഇതാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞ സമയത്ത് മതസംഘടനയാണെങ്കിൽ അത് കൃത്യമായിരിക്കുന്ന രാഷ്ട്രീയ നിലപാടുള്ള സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. അവരൊരിക്കലും വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യൂല. ഈ രണ്ട് വ്യത്യാസമുണ്ട്. അപ്പോൾ വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യാത്ത ഒരു വിഭാഗത്തിന്റെ നേതാവായി എന്ന് നിലനിൽക്കുന്നതിനിടയിൽ ഹക്കീം അസ്സരി ഫാറൂഖ് കോളേജിനെ കുറ്റപ്പെടുത്തി പറഞ്ഞ നിലപാട് തന്നെ ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്ന് വെച്ചാൽ അവർക്ക് വഖഫ് ബോർഡിൽ കാര്യമായിട്ട് ഭൂമികളൊന്നുമില്ല, സ്വത്തുക്കളൊന്നും അവർ കൊടുക്കാറില്ല. കൊടുക്കുന്നതിന് അവർ എതിരാണ്. ജമാഅത്തെ ഇസ്ലാമിയോ മാധ്യമോ മീഡിയ വണ്ണൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ സമയത്ത് അവരുടെ സ്വത്തുക്കൾ അതിലില്ല, പരിശോധിക്കാവുന്നതേ ഉള്ളൂ. അവരുടെ മാലിന്യത്തോറും അവരുടെ സംസ്ഥാന കമ്മിറ്റിയോ ജില്ലാ കമ്മിറ്റിയോ ബന്ധപ്പെട്ട കമ്മിറ്റികളിലോ അവർ നടത്തപ്പെടുന്ന മാലിന്യവുമായിട്ട് ബന്ധപ്പെട്ടോ എത്രത്തോളം സ്വത്തുക്കൾ വഖഫ് ബോർഡ് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ വഖഫ് ബോർഡിന് സ്വത്തുക്കൾ നൽകുന്നതിന് ഈ രണ്ട് വിഭാഗവും തുല്യ നിലപാടുകാരാണ്, അതിനെതിരാണ്, അത് കൊടുക്കാറില്ല. അപ്പൊ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വിവാദമാകുന്ന സമയത്ത് എങ്ങനെയൊക്കെ സ്വത്തുക്കൾ ഇതിലേക്ക് കുമിഞ്ഞു കൂടുന്നുണ്ട് എന്ന് നോക്കിയാൽ ഇപ്പോൾ പല ഘട്ടങ്ങളിലും അച്യുതാനന്ദൻ ഭരിക്കുന്ന കാലത്ത് ഒരുപാട് കാര്യങ്ങൾ മുസ്ലിം ലീഗ് കൈകാര്യം ചെയ്യുന്ന മാലിന്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വഖഫ് ബോർഡ് അന്യാധീനം വന്നു പോയിട്ടുണ്ട് എന്ന് ഒരു ഭാഗം പറയുന്നു. മറ്റൊരു ഭാഗം പറയുന്നത് വഖഫ് സ്വത്തുക്കൾ മുസ്ലിം ലീഗും ബന്ധപ്പെട്ടവരും കൈകാര്യം ചെയ്യുന്നുണ്ട് എന്ന തരത്തിലും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും തെറ്റാണ്. കൈകാര്യം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഏറ്റവും കൂടുതൽ മതസ്ഥാപനങ്ങൾ നടത്തുന്ന മുസ്ലിം ലീഗോ EK വിഭാഗം സുന്നികളോ ആകുന്ന സമയത്ത് സ്വാഭാവികമായി വഖഫ് സ്വത്തിലാണ് പള്ളികൾ ഉണ്ടാക്കുന്നത്. പല പള്ളികളും അങ്ങനെയാണ്, ഖബർസ്ഥാനുകൾ അങ്ങനെയാണ്. അതുപോലെ വരുമാനവുമായിട്ട് ബന്ധപ്പെട്ട ബിൽഡിങ്ങുകൾ ഉണ്ടാവും, അറബി കോളേജുകൾ ഉണ്ടാവും. ഈ സ്ഥാപനങ്ങളൊക്കെ അവിടെ നടത്താൻ വേണ്ടിയിട്ട് അനുമതി പത്രങ്ങൾ കൃത്യമായ രീതിയിലുണ്ട്. അതുകൊണ്ട് അവരാണ് കൈകാര്യം ചെയ്തതെന്ന് പറഞ്ഞാൽ തെറ്റായിരിക്കുന്ന കാര്യമൊന്നുമല്ല. അന്വേഷണം നടത്തിയിട്ട് അങ്ങനെ ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചുകൊണ്ടാണ് ഈ മുനമ്പ വഖഫുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്ന. ആ റിപ്പോർട്ടോട് കൂടിയാണ് ഈ വിവാദം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് തന്നെ. അങ്ങനെയാണ് ലക്ഷ്യം വെച്ചത് മുസ്ലിം ലീഗിനാണ്, കൊണ്ടത് അവർക്ക് തന്നെയാണ് എന്ന് ചുരുക്കം. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം വഖഫ് ബോർഡ് രണ്ടാണ്. വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യാത്ത വിഭാഗമാണ് ജമാഅത്തെ ഇസ്ലാമും AP വിഭാഗം സുന്നികളും.
അതിൽ ഏറ്റവും കൂടുതൽ വിഷയങ്ങൾ ഉണ്ടാകുന്ന സംഘത്തെ അഭിപ്രായം പറയുന്ന ഈക്കോ വിഭാഗങ്ങൾ സുന്നികൾക്കും മുസ്ലിം ലീഗിനും അധികാരമുണ്ട്. കാരണം അവരാലാണ് വഖഫ് ബോർഡ് ഇത്രയേറെ ഭൂസ്വത്തുകൾ കുന്നുകൂടിയത്. ഈ 2022 കണക്ക് നമ്മൾ പറഞ്ഞു, 49,019 പ്രോപ്പർട്ടികൾ കേരളത്തിൽ വഖഫ് ബോർഡിന്റെ കൈവശത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ രജിസ്ട്രേഷൻ പരിശോധിച്ചാൽ നമുക്കത് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ വഖഫ് ബോർഡ് വിവാദമാകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഭൂസ്വത്ത് വഖഫ് ബോർഡിന് പിടിച്ചെടുക്കാനൊന്നും പറ്റില്ല. അത് കൃത്യമായ രജിസ്ട്രേഷൻ ഉണ്ട്, നിയമാവലികളുണ്ട്, അതിന് നിയമ സംവിധാനമുണ്ട്, ബ്രിട്ടീഷുകാരുടെ കാലത്തെ ഉണ്ട്, അതിനൊരു പിന്തുടർച്ചയുണ്ട്. ആ നിയമങ്ങൾ മാറ്റി എഴുതാൻ വേണ്ടി പല ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്, അത് നടന്നിട്ടില്ല. അതിന്റെ തുടർച്ചയാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴും നടന്നു വരുന്നത് എന്നുള്ളതാണ് വഖഫുമായിട്ട് ബന്ധപ്പെട്ടതിന്റെ യാഥാർത്ഥ്യം.